ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഒരു ഡിസൈനിങ് പ്രോബ്ലമാണ്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിന് 15 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ 4 നിന്നുള്ള ഒരു ഡിസൈനിങ് പ്രോബ്ലമാണിത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസൈൻ ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഡിസൈനിങ് പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ എ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ യൂണിറ്റ് ഫോർ 4 million liters per day ഓഫ് സപ്ലൈ വിത്ത് ആൾ ഇറ്റ്സ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്സ്, അസ്യൂം സ്യൂട്ടബിൾ ഡാറ്റ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 4 million per day ആണ് നമ്മുടെ അവൈലബിൾ വാട്ടർ സപ്ലൈ എന്നുള്ളൊരു ഡാറ്റ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ത് ആൾ ഇറ്റ്സ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്സ്, അതിൻ്റെ എല്ലാ കോമ്പണൻറ്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡാറ്റാസ് കൺവീനിയൻ്റ്ലി അസ്യൂം ചെയ്യാനും അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൊരു ഡാറ്റ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിസൈൻ കൺസിഡറേഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ അസംഷൻസ് ആയിട്ട് എടുക്കണം. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് ഫിൽറ്റർ യൂണിറ്റ്. ആദ്യം തന്നെ നമ്മളൊരു അസംഷനാണ് എടുക്കുന്നത്. അസ്യൂം 4% ഓഫ് ഫിൽറ്റർ വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ബാക്ക് വാഷിംഗ് ആൻഡ് ½ hour per day ഈസ് ഫോർ ദ വാഷിംഗ്. 4% ഓഫ് ഫിൽറ്റർ വാട്ടർ നമ്മൾ ബാക്ക് വാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷനും, അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു ബാക്ക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് 1/2 മണിക്കൂർ സമയം പെർ ഡേ എടുക്കും എന്നുള്ളതുമാണ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നത് വാട്ടർ റിക്വയർഡ് പെർ ഡേ ഈസ് ഈക്വൽ ടു 4 million liters എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു 4% ബാക്ക് വാഷിങ്ങിൻ്റെ ആ ഒരു കൺസിഡറേഷനും കൂടി കൊടുക്കുമ്പോൾ the total filtered water required is equal to 4 plus 4% of that required water എന്നുള്ളതാണ്. That is 4 plus 4/100 into 4 which is equal to 4.16 million liters per day എന്ന് കിട്ടും. അതായത് നമ്മൾ പറഞ്ഞു 4% ഫിൽറ്റർ വാട്ടർ ബാക്ക് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ ആവശ്യമായി വരും എന്നുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ സപ്ലൈ 4 million per day ആണ്. അതിൻ്റെ അഡീഷണലായിട്ട് ആ ഒരു 4% എത്രയാണോ അതും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ടോട്ടൽ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് എന്ന് പറയുന്നത്. അതാണ് 4.16 million liters എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിഡറിങ് ബാക്ക് വാഷിംഗ് ടൈം ആസ് ½ hour, 1/2 മണിക്കൂർ നമ്മൾ ബാക്ക് വാഷിങ്ങിനുള്ള ടൈമായിട്ട് കൺസിഡർ ചെയ്തു. സോ നമുക്കിപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ടോട്ടൽ ഫിൽറ്റേർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.16 million liters per day എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഡിസ്ചാർജ് പെർ ഹവർ ഈസ് ഈക്വൽ ടു 4.16 into 10⁻⁶ divided by 23.5 which is equal to 0.177 into 10⁻⁶ liters per hour എന്ന് നമുക്ക് കിട്ടും. 4.16 million liters നമ്മൾ മാറ്റി 4.16 into 10⁻⁶ liters എന്നാക്കി. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് 23.5 എന്നുള്ള വാല്യൂ കൊണ്ടാണ് ഫോർ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ഹവേഴ്സ്. നമ്മൾ 24 മണിക്കൂറാണ് ഒരു ഡേ എന്ന് പറയുമ്പോൾ, പക്ഷേ നമ്മളിവിടെ എടുത്തത് 23.5 ഹവേഴ്സാണ്. അതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ആ ബാക്ക് വാഷിങ്ങിന് വേണ്ടി 1/2 മണിക്കൂർ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ആ 1/2 മണിക്കൂർ ½ hour നമ്മൾ നമ്മുടെ ടോട്ടൽ ഹവേഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തു. അതവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ 24 hour മൈനസ് 0.5 hours എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഈ 23.5 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഡിസ്ചാർജ് പെർ ഹവർ നമുക്ക് കിട്ടി. നൗ അസ്യൂം റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈക്വൽ ടു 5000 liters per hour per meter square. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3000 to 6000 ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇൻ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ 5000 എന്നുള്ളൊരു വാല്യൂ അസ്യൂം ചെയ്തു. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ B ഇൻറ്റു L എന്നാണ്. സോ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അറിയാം 5000. Q എന്നുള്ള വാല്യൂ നമ്മൾ തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിൽ കണ്ടെത്തി. ദാറ്റ് ഈസ് 177.02 into 10⁻³ എന്നാണ് വാല്യൂ. നമ്മളിവിടെ കണ്ടെത്തിയത്
0.177 ഇൻറ്റു 10⁶ ലിറ്റേഴ്സ് പെർ ഹവർ എന്നുള്ളതാണ്. അതിനെ നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ 177.02 ഇൻറ്റു 10�3 എന്നുള്ള വാല്യൂ എടുത്തു. ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് BL എന്ന് പറയുന്ന ഏരിയയാണ്. ദാറ്റ് ഈസ് 35.404 മീറ്റർ സ്ക്വയേഴ്സ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അസ്യൂം ചെയ്തു. Q എന്നുള്ള വാല്യൂ ഡിസ്ചാർജ് പെർ ഹവറും നമ്മൾ കണ്ടെത്തി. സോ നമുക്കതിന് ഡയറക്റ്റ്ലി BL എന്നുള്ള വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 35.404 മീറ്റർ സ്ക്വയേഴ്സ് നമുക്ക് കിട്ടി. ഈ കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് 2 ഫിൽട്ടർ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഏരിയ ഓഫ് എ സെറ്റ് ഓഫ് ഫിൽട്ടർ യൂണിറ്റ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മളൊരു ഫിൽട്ടർ റാപ്പിഡ്സ് ആൻഡ് ഫിൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് 2 സൈഡിലുമായിട്ട് ഓരോ ഫിൽട്ടർ യൂണിറ്റ്സ് ഉണ്ടാവും. സോ നമുക്ക് ഈ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 2 ഫിൽട്ടർ യൂണിറ്റിൻ്റെ അഥവാ ഒരു സെറ്റ് ഓഫ് ഫിൽട്ടർ യൂണിറ്റിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് ഒരു ഫിൽട്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് 1 ഫിൽട്ടർ ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ വാല്യൂവിൻ്റെ നേരെ പകുതി 35.404 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 17.702 മീറ്റർ സ്ക്വയേഴ്സ് എന്ന് കിട്ടും. കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ BL എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ടോട്ടൽ ഫിൽട്ടർ യൂണിറ്റിൻ്റെ റാപ്പിഡ്സ് ആൻഡ് ഫിൽട്ടർ യൂണിറ്റിൻ്റെ ഏരിയയാണ്. ഒരു റാപ്പിഡ്സ് ആൻഡ് ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഫിൽട്ടർ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും 2 സൈഡിലുമായിട്ടുണ്ടാവുക. സോ അത് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്തു. അങ്ങനെ നമുക്ക് ഒരു ഫിൽട്ടർ യൂണിറ്റിൻ്റെ ഏരിയ കിട്ടി 17.702 മീറ്റർ സ്ക്വയേഴ്സ് എന്ന്. ഓക്കെ, നൗ റാപ്പിഡ്സ് ആൻഡ് ഫിൽട്ടേഴ്സിൻ്റെ കേസിലുള്ള മറ്റൊരു കൺസിഡറേഷൻ നമുക്കറിയാം. ലെങ്ത് ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ഇറ്റ്സ് വിഡ്ത്ത് എന്നുള്ളത് നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻസിൽ പറഞ്ഞതാണ്. സോ ആ ഒരു കൺവേർഷൻ L ഈസ് ഈക്വൽ ടു 1.5 B എന്നുള്ളത് നമ്മുടെ ഏരിയയുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണ്. ഏരിയ ഈസ് ഈക്വൽ ടു L ഇൻറ്റു B എന്നാണ്. സോ അവിടെ നമ്മൾ Lന് പകരം 1.5 ഇൻറ്റു B എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1.5 B സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്നും നമുക്ക് B ഈസ് ഈക്വൽ ടു 3.4 മീറ്റേഴ്സ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ B കിട്ടിക്കഴിഞ്ഞാൽ അതായത് വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1.5 B എന്ന് നമുക്കറിയാം. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 3.4 ചെയ്യുമ്പോൾ 5.15 എന്ന് കിട്ടും. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5.2 മീറ്റേഴ്സ് എന്ന് നമുക്ക് ലെങ്ത്തും കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഫിൽട്ടർ മീഡിയയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഫിൽട്ടർ യൂണിറ്റ് ഡിസൈൻ നമുക്ക് തന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. 4% നമ്മൾ ബാക്ക് വാഷിങ്ങിനായിട്ട് കൺസിഡർ ചെയ്തു. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്തു. ആ 4% അഡീഷണൽ ആക്കി എടുത്തിട്ട് ടോട്ടൽ വാല്യൂ കണ്ടെത്തി. ദെൻ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഹാഫ് അവർ ആയിട്ടാണ് നമ്മൾ ബാക്ക് വാഷിംഗ് പ്രോസസ്സിൻ്റെ ടൈം കണ്ടെത്തിയത് അല്ലെങ്കിൽ അസ്യൂം ചെയ്തത്. അത് വെച്ച് നമ്മൾ ഡിസ്ചാർജ് പെർ ഹവർ കണ്ടു. സോ 24 ഹവേഴ്സിന് പകരം 23.5 എന്നുള്ളൊരു വാല്യൂ കൺസിഡർ ചെയ്തു. ദെൻ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അസ്യൂം ചെയ്ത് നമ്മൾ BL എന്നുള്ള വാല്യൂ കണ്ടെത്തി. ഏരിയ 2 ഫിൽട്ടർ യൂണിറ്റ് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ചെയ്ത് നമ്മൾ ഒരു ഫിൽട്ടർ യൂണിറ്റിൻ്റെ ഏരിയ 17.702 മീറ്റർ സ്ക്വയേഴ്സ് എന്ന് എടുത്തു. ദെൻ ലെങ്ത് ഇസ് ഈക്വൽ ടു 1.5 B എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ട് ബ്രെഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും കണ്ടെത്തി. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റമാണ്. അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രൊവൈഡ് മാനിഫോൾഡ് ആൻഡ് പെർഫോറേഷൻ പൈപ്സ് ആസ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. മാനിഫോൾഡും ദാറ്റ് ഈസ് മെയിൻ ഡ്രെയിൻ ആൻഡ് പെർഫോറേഷൻ പൈപ്സും അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ദെൻ അതിൽ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുന്നത് ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻസ് ഇൻ ആൾ ലാറ്ററൽസ്. നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻസ് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് ഏരിയ കാൽക്കുലേഷൻസ് നോട്ട് ചെയ്തിരുന്നു. ആ ഒരു കാൽക്കുലേഷൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻസ് ഇൻ ആൾ ലാറ്ററൽസ് ദാറ്റ് ഈസ് 0.2% ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ഫിൽട്ടേഴ്സ്. 0.2% ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ഫിൽട്ടറാണ് നമ്മുടെ ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.2 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 5.2 ഇൻറ്റു 3.4 നമ്മൾ തൊട്ട് മുൻപിലെ സ്റ്റെപ്പിൽ കണ്ടെത്തിയ ലെങ്ത്തും വിഡ്ത്തും അതാണ് നമ്മൾ ഏരിയ ഓഫ് ഫിൽട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂസ്. സോ ആ ഏരിയ ഓഫ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.68 എന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻസ് ഇൻ ആൾ ലാറ്ററൽസ് ഈസ് ഈക്വൽ ടു 0.03536 മീറ്റർ സ്ക്വയേഴ്സ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ ദാറ്റ് ഈസ് 2 ടൈംസ് ഏരിയ ഓഫ് പെർഫോറേഷൻ. നമ്മൾ തൊട്ട് മുൻപ് കണ്ട ഏരിയയുടെ 2 ടൈംസ് ആണ് ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.03536
ദാറ്റ് ഈസ് ഈക്വൽ ടു 0.07072 മീറ്റർ സ്ക്വയേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, തേർഡ് ഏരിയ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് മാനിഫോൾഡ് ഓർ മെയിൻ പൈപ്പ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഏരിയ ഓഫ് ലാറ്ററൽസ്. തൊട്ട് മുൻപ് കണ്ട ഏരിയ ഓഫ് ലാറ്ററൽസിന് 2 ടൈംസ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.07072, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.141 മീറ്റർ സ്ക്വയേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് മാനിഫോൾഡ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമുക്ക് ഏരിയ ഓഫ് മാനിഫോൾഡ് കിട്ടി, സോ അതിൻ്റെ ഡയമീറ്ററാണ് കണ്ടെത്തുന്നത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു d സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ്. സോ നമുക്കതിൽ ഏരിയ അറിയാം, അതിന് നമുക്ക് ഡയമീറ്റർ എത്രയാണെന്നുള്ളത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ d ഈസ് ഈക്വൽ ടു 0.42 മീറ്റേഴ്സ് എന്ന് വരും. റൗണ്ട് ഓഫ് ചെയ്ത് നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് അതിനെ 45 സെൻറ്റിമീറ്റേഴ്സ് എന്ന് എടുത്തു. ഓക്കെ, നൗ നമ്മൾ ലാറ്ററൽസിൻ്റെ സ്പേസിങ് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം സ്പേസിങ് ഓഫ് ലാറ്ററൽസ് ആസ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, നൗ number of laterals is equal to length of filter divided by spacing of laterals എന്നാണ് ഇക്വേഷൻ. ലെങ്ത് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്തി 5.2. സ്പേസിംഗ് ഓഫ് ലാറ്ററൽസ് നമ്മൾ അസ്യൂം ചെയ്തു 15 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 15 ഇൻറ്റു 10⁻². സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 34.67 എന്ന് നമുക്ക് നമ്പർ ഓഫ് ലാറ്ററൽസ് കിട്ടും. നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 35 നമ്പേഴ്സ് എന്നുള്ളൊരു ഫൈൻഡിങ്സിലേക്ക് എത്തും. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ അവിടെ ഒരു അടുത്തൊരു കൺസിഡറേഷൻ കൊടുക്കുകയാണ്. നമുക്ക് കണ്ടെത്തിയ നമ്പർ ഓഫ് ലാറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 നമ്പേഴ്സ് എന്നാണ്. സോ ഹെൻസ് യൂസ് 70 ലാറ്ററൽസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ഈച്ച് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഫിൽട്ടർ യൂണിറ്റ് അറേഞ്ച്മെൻറ്റ്സിനാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു കൺസിഡറേഷൻ്റെ ബേസിസിൽ 35 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ അതിൻ്റെ ഇരട്ടി വാല്യൂ എടുക്കണം. സോ ദാറ്റ് ഈസ് 70 നമ്പർ ഓഫ് ലാറ്ററൽസ് ആണ് നമ്മൾ ഈച്ച് സൈഡിലുമായിട്ട് ടോട്ടലി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു. ഓക്കെ, നൗ ലെങ്ത് ഓഫ് ലാറ്ററൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫിൽട്ടർ മൈനസ് ഡയമീറ്റർ ഓഫ് മാനിഫോൾഡ് ഹോൾ ഡിവൈഡഡ് ബൈ 2. അതാണ് ഇക്വേഷൻ. സോ ലെങ്ത് ഓഫ് ലാറ്ററൽ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.4 മൈനസ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.45 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.475 മീറ്റേഴ്സ്. നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ആൾറെഡി കണ്ടെത്തിയതാണ്, അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ലെങ്ത് ഓഫ് ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.47 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, നൗ അഡോപ്റ്റ് ഡയമീറ്റർ ഓഫ് പെർഫോറേഷൻ ആസ് 13 mm. 13 പെർഫോറേഷൻ ഡയമീറ്റേഴ്സ് നമ്മൾ 13 mm ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ദെർഫോർ നമ്പർ ഓഫ് പെർഫോറേഷൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 പെർഫോറേഷൻ. അതാണ് ഇക്വേഷൻ. ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തി 0.03536 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 പെർഫോറേഷൻ. ഒരു പെർഫോറേഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു d സ്ക്വയർ ആണ്. സോ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 mm ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. സോ അതിനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ π/4 ഇൻറ്റു 13 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 266.4 എന്ന് വരും. നമ്പേഴ്സ് ആയതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്ത് 267 നമ്പർ ഓഫ് പെർഫോറേഷൻസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദസ് നമ്പർ ഓഫ് പെർഫോറേഷൻസ് ഇൻ ഈച്ച് ലാറ്ററൽ, ടോട്ടൽ നമ്പർ ഓഫ് പെർഫോറേഷൻസ് നമുക്ക് 267 എന്ന് കിട്ടി. സോ നമുക്ക് ഓരോ ലാറ്ററൽസിലുള്ള നമ്പർ ഓഫ് പെർഫോറേഷൻസ് കിട്ടണം. നമുക്ക് ടോട്ടലി 70 ലാറ്ററൽസ് ഉണ്ട്. സോ ആ കിട്ടിയ നമ്പറിന് നമ്മൾ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 267 ഡിവൈഡ് ബൈ 70 which is equal to 3.8. that is 4 number of perforations in each lateral എന്ന് നമുക്ക് കിട്ടും. Now area of perforations in each lateral, അതായത് നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ്, അതായത് ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ചെയ്തത് ഫസ്റ്റ് ടോട്ടൽ ഏരിയ ഓഫ് പെർഫോറേഷൻ എന്നുള്ള വാല്യൂ 0.2% എന്നുള്ള കൺസിഡറേഷൻ വെച്ച് ചെയ്തു. അതിൽ നിന്നും ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ കണ്ടെത്തി, ദെൻ ഏരിയ ഓഫ് മാനിഫോൾഡ് കണ്ടെത്തി, ആ കിട്ടിയ വാല്യൂ നിന്ന് ഡയമീറ്റർ കണ്ടെത്തി. ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയത്. സോ ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് പെർഫോറേഷൻസ് ഇൻ ഈച്ച് ലാറ്ററൽ ഈസ് ഈക്വൽ ടു 4 എന്നുള്ളൊരു വാല്യൂവിലെത്തി. ഇനി നമ്മൾ ചെയ്യുന്നത് തിരിച്ചങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ ഏരിയാസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് പെർഫോറേഷൻസ് ഇൻ ഈച്ച് ലാറ്ററൽ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു π/4 ഇൻറ്റു 13 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ. അതായത് ഏരിയ ഓഫ് പെർഫോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം π/4 ഇൻറ്റു 1 പെർഫോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു 13 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ ആണ്. സോ
ടോട്ടലി നമുക്ക് 4 നമ്പർ ഓഫ് പെർഫറേഷൻസ് ആണ് ഒരു ലാറ്ററൽ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് 5.309 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയേഴ്സ് എന്ന് കിട്ടും ഏരിയ ഓഫ് പെർഫറേഷൻ ഇൻ ഈച്ച് ലാറ്ററൽ. Now area of each lateral is equal to 2 times area of perforation എന്നാണ്. So 2 into 5.309 into 10⁻⁴ that is equal to 1.06 into 10⁻³ meter squares എന്ന് കിട്ടും. ഏരിയ ഓഫ് ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 into d സ്ക്വയർ ആണ്. സോ നമുക്കിവിടെ ഏരിയ കിട്ടി 1.06 into 10⁻³ സോ നമുക്ക് d എന്നുള്ള വാല്യൂ എന്ന് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0368 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 3.7 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേജ് ഓഫ് ഡിസൈൻ കഴിയുകയാണ്. അതുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഹെൻസ് യൂസ് 70 laterals each of 3.7 centimeter diameter at 15 centimeter spacing, each having 4 perforations of 13 centimeter dia with 45 centimeter dia manifold. അതായത് നമ്മളിപ്പോൾ ഈ കണ്ടെത്തിയ വാല്യൂസ് ഞാൻ അവിടെ റൗണ്ട് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കണ്ടെത്തിയ വാല്യൂസ്. സോ ആ ഓരോ വാല്യൂസും വെച്ചിട്ട് നമ്മൾ ആ കണ്ടെത്തിയ കാര്യങ്ങളെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ 70 നമ്പർ ഓഫ് ലാറ്ററൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോന്നിനും 3.7 ഡയമീറ്റേഴ്സ് ആണ്. അത് ഏകദേശം 15 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോന്നിനും 4 പെർഫറേഷൻസ് ഉണ്ട്. ആ പെർഫറേഷൻസിൻ്റെ ഡയമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് മെയിൻ മാനിഫോൾഡിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 സെൻറ്റിമീറ്റേഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ കണ്ടെത്തിയ വാല്യൂസിനെ ഒരു സെൻറ്റൻസ് വൈസ് മാറ്റി എഴുതിയെന്ന് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ട്രഫ്. വാഷ് വാട്ടർ ട്രഫിൻ്റെ ഡിസൈനിങ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതും നമ്മൾ ഡിസൈൻ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞ ഏരിയയാണ്. സോ യൂസ് സ്പേസിങ് ആസ് 1.1 മീറ്റർ. നമ്മൾ സ്പേസിങ് 1.1 മീറ്റർ ആയിട്ടാണ് അസ്യൂം ചെയ്യുകയാണ്. സോ നമ്പർ ഓഫ് ട്രഫ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫിൽറ്റർ ഡിവൈഡ് ബൈ സ്പേസിങ് എന്നുള്ളതാണ് ഇക്വേഷൻ. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3.4 ആൻഡ് സ്പേസിങ് ഈസ് ഈക്വൽ ടു 1.1. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3.09 എന്ന് കിട്ടും നമ്പർ ഓഫ് ട്രഫ്. റൗണ്ട് ചെയ്യുമ്പോൾ 4 നമ്പേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നൗ വാഷ് വാട്ടർ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വാഷിംഗ് ഇൻ ടു ഏരിയ ഓഫ് ഫിൽട്ടർ. അതാണ് വാഷ് വാട്ടർ ഡിസ്ചാർജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. റേറ്റ് ഓഫ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 60 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. സോ 60 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നമ്മൾ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.01 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളൊരു വാല്യൂ കൂടെ കിട്ടും. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.01 ഇൻറ്റു ഏരിയ ഓഫ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തി 17.68 which is equal to 0.177 meter cube per second. That is equal to wash water discharge എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഡിസ്ചാർജ് ഇൻ ഈച്ച് ട്രഫ് ആണ് നെക്സ്റ്റ് കണ്ടെത്താനുള്ളത്. സോ ടോട്ടൽ വാഷ് വാട്ടർ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ട്രഫ് ചെയ്ത് നമുക്ക് ഓരോ ട്രഫിലുള്ള ഡിസ്ചാർജ് കിട്ടും. സോ 0.177 ഡിവൈഡഡ് ബൈ 4 which is equal to 0.044 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഓരോ ട്രഫിലൂടെയുമുള്ള ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, നൗ ഡിസ്ചാർജ് ടു വാഷ് വാട്ടർ ട്രഫ് ഈസ് ഈക്വൽ ടു Q which is equal to 1.376 by(3/2). ഇതാണ് ഇക്വേഷൻ. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തൊരു ഇക്വേഷനാണ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ട്രഫ് ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ട്രഫ് എന്നുള്ളതാണ്. സോ നമ്മൾ ബി ഈസ് ഈക്വൽ ടു വൈ എന്നുള്ളൊരു കൺസിഡറേഷൻ എടുക്കുന്നതുകൊണ്ട് Q ഈസ് ഈക്വൽ ടു 1.376 b ഇൻറ്റു b(3/2) എന്ന് വരും. നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ അറിയാം. ദാറ്റ് ഈസ് 0.044 ഡിവൈഡ് ബൈ 1.376 ഈസ് ഈക്വൽ ടു b(5/2) എന്ന് വരും. സോ b(5/2) ഈസ് ഈക്വൽ ടു 0.032 എന്ന് വരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. നൗ ബി എന്നുള്ള വാല്യൂ നമുക്ക് 0.25 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ബിയും വൈയും സെയിം ആണ് എന്നുള്ള അസംഷൻ എടുത്തുകൊണ്ട് y ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നൗ ഈ ഒരു ഡെപ്ത്ത് അതായത് y എന്ന് പറയുന്ന വാല്യൂ 25 ആണ് കിട്ടിയത്. പക്ഷേ നമ്മളതിനൊരു കൺസിഡറേഷൻ ഫ്രീ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഒരു 5 സെൻറ്റിമീറ്ററും കൂടി അഡീഷണലി കണ്ടിട്ടാണ് നമ്മൾ ഫൈനൽ ഡെപ്ത് ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 25 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ത്തും ഡെപ്ത്തും സെയിം ആയിട്ടാണ് കിട്ടുക. പക്ഷേ ഡെപ്ത്തിൻ്റെ കേസിൽ നമ്മൾ ആ ഒരു ഫ്രീ ബോർഡ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൂടെ കൊടുക്കുന്നത് കൊണ്ട്
ഒരു 5 സെൻറ്റിമീറ്റേഴ്സും കൂടി കൂട്ടി കൊടുക്കും. സോ ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഹെൻസ് യൂസ് 4 നമ്പർ ഓഫ് വാഷ് വാട്ടർ ട്രഫ് ഓഫ് സൈസ് 25/30 സെൻറ്റിമീറ്റർ. ഈ കിട്ടിയ വാല്യൂ വെച്ച് നമ്മൾ അവിടെ വാഷ് വാട്ടർ ട്രഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുകയാണ്. 4 നമ്പർ ഓഫ് വാഷ് വാട്ടർ ട്രഫ് വിത്ത് 25/30 സെൻറ്റിമീറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. ആ വാഷ് വാട്ടർ ട്രഫിൻ്റെ ആ ഒരു ഫിഗർ ആണ് ഏറ്റവും ഫൈനലി നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു വാഷ് വാട്ടർ ട്രഫിൽ അതിൻ്റെ ബി എന്ന് പറയുന്ന 25 സെൻറ്റിമീറ്റർ വിടുത്തും വൈ എന്ന് പറയുന്ന ഡെപ്തും കാണിച്ചിട്ടുണ്ട്. ആ വൈയുടെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു 5 സെൻറ്റിമീറ്റർ ഫ്രീ ബോർഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്ത് ഓരോ ട്രഫും തമ്മിലുള്ള സ്പേസിങ് 1.1 മീറ്റേഴ്സ് എന്ന് അസ്യൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ 3.4 മീറ്റേഴ്സ് വിടുത്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ തേർഡ് സ്റ്റേജിൽ വരുന്നത്, അതായത് ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ട്രഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഡിസൈനിങ്ങിൽ ആക്ച്വലി വരുന്നത്. അതായത് 3 സെക്ഷനായിട്ടാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസൈൻ ഓഫ് ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടിയ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന സെക്കൻഡ് ഏരിയ ഡിസൈൻ ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ട്രഫ്. സോ ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് ഫിൽട്ടർ യൂണിറ്റിൻ്റെ ഡിസൈനിങ് ചെയ്തത് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാല്യൂസ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തത്. അതിനുശേഷമാണ് തേർഡ് സ്റ്റെപ്പിലേക്ക് എത്തിയത്. സോ സ്റ്റാർട്ടിങ് തൊട്ട് കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എൻഡിലേക്ക് എക്സാക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ എക്സാക്റ്റ് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു പ്രോബ്ലത്തിന് ഒരിക്കലും എല്ലാവർക്കും ഒരേ വാല്യൂ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരേ തരത്തിലാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളിതിൽ സ്റ്റാർട്ടിങ്ങിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ തൊട്ട് ഒരുപാട് അസംഷൻസ് എടുക്കുന്നുണ്ട്. അത്തരം വാല്യൂസിനൊക്കെ നമുക്കൊരു റേഞ്ച്, എത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ള റേഞ്ച് നമുക്ക് ആൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന അസംഷൻ അനുസരിച്ച് വാല്യൂസിൽ മാറ്റം വരാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 3000 to 6000 റേഞ്ചിൽ നമുക്ക് ഏത് വാല്യൂ കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ കൺസിഡർ ചെയ്ത് 5000 എന്നുള്ള വാല്യൂ ആണ്. അതിന് പകരം ഒരാൾ 6000 അല്ലെങ്കിൽ 5500 എടുത്താൽ അതിൻ്റെ ബേസിസിൽ ആ ഡിസൈനിങ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡിസൈനിങ് ക്വാണ്ടിറ്റീസ് എല്ലാം മാറും. സോ ഒരിക്കലും ഈ ഒരു ഡിസൈനിങ് പ്രോബ്ലത്തിൽ എക്സാക്റ്റ് ആൻസർ അല്ലെങ്കിൽ സെയിം ആൻസർ നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്പേസിങ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ അസംഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ച് എടുക്കാൻ പറ്റും. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു ഓർഡർ വൈസ് കാൽക്കുലേഷൻ, അതിലെടുക്കുന്ന അസംഷൻസ്, ഏത് വാല്യൂ ഓഫ് റേഞ്ചാണ് നമ്മൾ എടുക്കുന്നത്, ഏതൊക്കെ വാല്യൂസാണ് അസ്യൂം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ ആണ് ഈ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 15 മാർക്കിനാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 മാർക്ക് ആ ഒരു റേഞ്ചിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും ഈ ഒരു സെക്ഷനിൽ പാർട്ട് ബിയിൽ 4th മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 15 മാർക്സ് അല്ലെങ്കിൽ ഒരു 12 to 13 മാർക്സ് ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ പ്രോബ്ലമാണ് ഡിസൈൻ ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ വിത്ത് ആർ ഇറ്റ്സ് പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കതിൻ്റെ എല്ലാ കോമ്പോണൻറ്റ്സും ഈ ഒരു 3 സെക്ഷൻ്റെ ഡിസൈനിങ്ങും വളരെ കറക്റ്റായിട്ട് ചെയ്യണം. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൽ എന്തെടുക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ.